കഷ്ടപ്പെടുകയാണ്. അതായത് രാജ്യതലത്തിൽ ബി.ജെ.പിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. അത് ക്രിസ്ത്യാനികൾക്കെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നിലവിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ നിൽക്കുന്ന ഭൂമിയിൽ അത്ര കണ്ട് ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുണ്ടായാൽ ഇവിടെയും അത് തന്നെയാകും. അപ്പോൾ ഛത്തീസ്ഗഡിൽ പിടിക്കപ്പെട്ടവർ, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മലയാളികളാണ്. അവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തേ കഴിയൂ. അപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിനെ തള്ളി പറയാൻ കഴിയുമോ? അതും കഴിയില്ല. ന്യായീകരിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാമല്ലേ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അഷ്ന, ഇവിടെ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം ഒരുമിച്ച് ബി.ജെ.പി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത കേന്ദ്രമന്ത്രിമാർ വരെ ഇന്ന് നടത്തുന്ന ഏറ്റവും വികലമായ ദയനീയമായിട്ടുള്ള പ്രകടനം നമ്മൾ കണ്ടില്ലേ. TTE ആണ് അറസ്റ്റ് ചെയ്തത്. അവിടുത്തെ ഗവൺമെൻറ്റോ പോലീസോ അല്ല, റെയിൽവേയിൽ ടിക്കറ്റ് പരിശോധിക്കുന്ന ആളാണ് ഈ രണ്ട് പാവപ്പെട്ട നമ്മുടെ ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് എന്ന രൂപത്തിൽ പ്രസ്താവന നടത്തുകയാണ്. എന്നിട്ട് അതിനുവേണ്ടി ന്യായീകരിക്കുന്നു. പത്രമാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പകുതി ആളുകൾക്കും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യായീകരണം നമ്മൾ കണ്ടിട്ടുണ്ടോ? രണ്ട് നിയമങ്ങളല്ലേ വെച്ചത്, മതപരിവർത്തന നിയമം. ഈ മതപരിവർത്തനം 6 കൊല്ലമായി ഞങ്ങൾ മതത്തിലാണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുമ്പോൾ പിന്നെ എവിടെ മതപരിവർത്തനം? ആ ഒരു മതത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെ വേറെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളുടെ അകമ്പടിയോടെ, ബന്ധുക്കളുടെ ആശീർവാദത്തോടെയാണ് പോകുന്നത്, ജോലി അന്വേഷിച്ചാണ് ആഗ്രയിലേക്ക് പോകുന്നത് എന്ന് പ്രായപൂർത്തിയായ ആ സ്ത്രീകൾ പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് മനുഷ്യക്കടത്തുണ്ടാകുക? ഈ രണ്ട് വകുപ്പുകളും എങ്ങനെ നിൽക്കുന്ന പറയുക? മജിസ്ട്രേറ്റ് കോടതിയിലും എതിർത്തു, സെഷൻസ് കോടതിയിൽ എതിർത്തു. എന്നിട്ട് ഇവിടെ നിയമത്തിൻ്റെ ഒരു സാങ്കേതിക വശം പറഞ്ഞിട്ട് NIA കോടതി പരിഗണിക്കുന്നു. അതുപോലെ തന്നെ രാജ്യദ്രോഹമാണോ മറ്റാണോ മറിച്ചാണോ എന്ന് നോക്കണ കോടതിയിലേക്ക് പോയപ്പോൾ അതാണെന്ന് പറയുന്നത്. ഇവർ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് എതിർത്തില്ലേ? എന്നാൽ ഇത് മനുഷ്യക്കള്ളക്കടത്തല്ല, കേസ് പ്രോസിക്യൂഷന് എതിർപ്പില്ല എന്നാണോ പറഞ്ഞത്? ശക്തമായി എതിർപ്പ് തന്നെ വച്ചിട്ടില്ലേ ജാമ്യാപേക്ഷ തള്ളിച്ചത്? പിന്നെ ഒരു കോടതി ജാമ്യം നിഷേധിച്ചാൽ ആ കോടതിയുടെ പരിസരത്ത് തന്നെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുക, കേരളത്തെ വെല്ലുവിളിക്കുക, മലയാളികളെ വെല്ലുവിളിക്കുക, മലയാള മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക, MP-മാരെ ചീത്ത വിളിക്കുക. എത്ര ആക്രോശിച്ചുകൊണ്ട് അവർ പ്രകടനം നടത്തിയത്? ഇപ്പം ചില ദൃശ്യങ്ങൾ കണ്ടില്ലേ? കേരളത്തിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പോലീസാണോ അത്? കൃത്യമായി ആൾക്കൂട്ട വിചാരണയല്ലേ നടത്തുന്നത്? ഏറ്റവും സഹിഷ്ണുതയോടെ ത്യാഗത്തിൻ്റെ പരിരൂപമായിട്ട് 2 കന്യാസ്ത്രീകൾ ഇരിക്കുന്ന കാഴ്ച നാം കണ്ടില്ലേ? അതിൻ്റെ അടുത്ത് 2 സാധാരണക്കാർ വളരെ പാവപ്പെട്ടവരിയ്ക്കില്ലേ? ജീവിത വഴി തേടി പോയതല്ലേ? ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏർപ്പെട്ടിരിക്കുന്ന 2 പേരെയല്ലേ ഇത്ര ആൾക്കൂട്ട വിചാരണ നടത്തി പീഡിപ്പിച്ചത്? ഒരു വാക്ക് അവർ തിരിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി എന്ത് പച്ച നുണയും പറയുന്ന കാഴ്ച കാണുകയാണ്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് K. ഗോവിന്ദൻകുട്ടി. ആ K. ഗോവിന്ദൻകുട്ടി ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ എഴുതിയ വാചകം ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. രാജീവ് ചന്ദ്രശേഖരൻ, അവിടെ നിയമവും നീതിയും നടപ്പാക്കാൻ ഒരു സർക്കാരുണ്ട്. അവിടുത്തെ സർക്കാർ നിയമാനുസൃതം പ്രവർത്തിക്കുന്നില്ലെന്നാണോ കേരളത്തിലെ പാർട്ടി കരുതുന്നത്? കേരളത്തിലെ ഭരണത്തിനെയും വിലക്കയറ്റത്തിനെതിരെയും പ്രതിപക്ഷ ഒത്തുകളിക്കെതിരെയും പ്രതികരിച്ച് ജനവിശ്വാസം നേടൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രതികരണം അതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ശശികല ടീച്ചർ പ്രതികരിച്ചിട്ടുണ്ട്. ആ ശശികല ടീച്ചറുടെ പ്രതികരണം ഒരു കിളികളുടെ പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രതികരണം. മുകളിലുള്ള കളറുള്ള കിളികളെ പിടിക്കാൻ പോകുമ്പോൾ കയ്യിലിരിക്കുന്ന കിളികളെ നഷ്ടപ്പെടരുത് എന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് അതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് RV ബാബു, ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും എതിർക്കും. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് കുറ്റാരോപിതരെ നിയമപരമായി നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരന് മറുപടി പറഞ്ഞേക്കണെയാണ്. ഈ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ തന്നെ തലങ്ങും വിലങ്ങും നിന്ന് ഇത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുന്നത് നാം കാണുകയാണ്. അപ്പം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി 2014 മുതൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര ശത്രു കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ.